ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, നമ്മൾ ഇതുവരെയും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ടില്ല. CGL ഓറിയന്റഡ് ആയിട്ട് 2023 ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ടുള്ള കുറച്ച് CGL ക്വസ്റ്റ്യനുകളെയാണ്. പഠിക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമുക്ക് അധികം വൈകാതെ ഡയറക്റ്റ് ചോദ്യത്തിനകത്തേക്കും പോകാം. മകളെ, ഇവിടെ ഒരു സ്റ്റോർ ഉണ്ട്. ആ സ്റ്റോറിന്റെ ഓർണർ എന്ത് ചെയ്യുന്നുണ്ട്? സക്സസീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സക്സസീവ് ഡിസ്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പൊ എന്റെ കയ്യിൽ 100 രൂപ മൂല്യമുള്ള ഒരു വസ്തു ഇരിപ്പുണ്ട്. ആ വസ്തുവിന് നിലവിൽ ഈ ചോദ്യപ്രകാരം ആദ്യം ഒരു 20% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ 20% കിഴിവ് അവിടെ ഉണ്ട്. അതായത് അവശേഷിക്കുന്ന 80%, 100ന്റെ ബാക്കി എത്ര? 80% ഞാൻ അവിടെ എന്ത് ചെയ്യണം? കൊടുക്കണം. 20% കൊടുക്കണ്ട. കണ്ടോടാ? ഇനി എന്താ ഉള്ളത്? ഇപ്പൊ നിലവിൽ അതിന്റെ വില എന്താ? 80% ഓഫ് 100 ആണ്. അതായത് 100ന്റെ 80% ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ശരിയാണോ? അതിനു പുറമെ ഒരു 25% കൂടി അവിടെ ഡിസ്കൗണ്ട് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാ എന്ത്? സക്സസീവ് ഡിസ്കൗണ്ട്. ഈ സക്സസീവ് എന്ന് അതിനെ വിളിക്കാൻ കാര്യം എന്താ? നിലവിലുള്ളതായ 80% ആകുന്നതായ വിലയിലെ എന്ത് 25%-ത്തിനാണ് കിഴിവ് വന്നിരിക്കുന്നത്. അതായത് നിലവിൽ 25% മാറുമ്പോൾ ബാലൻസ് ഉള്ള 75%-മാണ് അവിടെ എന്തായി പരിഗണിക്കേണ്ടത്? അവിടെ എന്ത് കൊടുക്കേണ്ടതായത്. ഏതിന്റെ 75? നിലവിലെ 80% ആകുന്ന വിലയുടെ 75%. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്താൽ മതി? ഒന്ന് വെട്ടി ചെറുതാക്കിയാൽ മതി. ഇതാണ്ടേ 100ഉം 100ഉം വെട്ടി. ഈ 100ഉം 75ഉം 25 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 4, മുകളിൽ 3. ഈ 4നെ 80 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ എത്ര വരൂടെ? 20. 20 ഗുണം 3 എത്ര വരൂടെ? 60. കണ്ടോ? നിലവിൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. 100 രൂപ മൂല്യമുള്ള ഒരു വസ്തു ഞാൻ കച്ചവടം ചെയ്യുന്നു. ഈ പറയുന്ന ആദ്യം 20%-വും പിന്നീട് 25%-വും എന്ന കിഴിവിന്റെ മുകളിൽ അങ്ങനെയാണെങ്കിൽ നിലവിൽ 100 രൂപ മൂല്യമുള്ള ഒരു വസ്തുവിന് ഞാൻ 60 രൂപയാക്കി കൊടുക്കേണ്ടി വരും. ഈ പറയുന്ന സക്സസീവ് ഡിസ്കൗണ്ടിന് ശേഷം. ഇനി അവരെന്താ പറയുന്നത്? ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കണം. ഈ 100 എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് 100%-നെയാണെങ്കിൽ ഈ കിട്ടുന്ന 60 എന്ന് പറയുന്നത് എന്തായിരിക്കും? 60%. അതായത് ഇവിടെ നിലവിൽ എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്? ഡിസ്കൗണ്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എത്രയായിരിക്കും? 40% ഇതിനകത്ത് ഡൗട്ട് ഇല്ലല്ലോ. അതായത് ആ കിട്ടുന്ന 40% കഴിച്ച് ബാക്കിയുള്ള 60%-മാണ് ഞാൻ അവിടെ എന്ത് ചെയ്യുന്നത്? കൊടുക്കേണ്ടി വരുന്നതായ തുക. ഇനി അവരെന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? ആ സ്റ്റോറിൽ ഒരു റിവാർഡ് പോയിന്റ് സ്കീം കൂടിയുണ്ട്. അതായത് അവിടെ ഫ്രീ ആയിട്ട് ഷോപ്പ് ചെയ്യാം. അതായത് എത്രയ്ക്കോ റിവാർഡ് പോയിന്റുകൾ കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് എത്രയോ ഒരു തുക അവർ നൽകും. എന്താ തുക? 0.10 ആണ് ഒരു റിവാർഡ് പോയിന്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. എങ്കിൽ 72,000 രൂപയുടെ മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന സമയത്ത് 2,850 രൂപ റിവാർഡ് പോയിന്റ് ഉള്ള ഒരാൾ ശരിക്കും അവിടെ എത്ര രൂപ കൊടുക്കേണ്ടി വരും? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? നിലവിൽ 72,000 രൂപയാണ് ലാപ്ടോപ്പിനെങ്കിൽ അതിനകത്തുള്ള ഡിസ്കൗണ്ട് മാറ്റി നമുക്ക് നിലവിൽ 60% ആകുന്ന വില കൊടുത്താൽ പോരെ. അതായത് 72,000ന്റെ 60% അങ്ങ് കണ്ടുപിടിക്കുക. ഇനി അത് മാത്രമല്ല പ്രശ്നം, ഇതിൽ എന്തുകൂടി പരിഗണിക്കണം? റിവാർഡ് പോയിന്റിന് കിട്ടുന്ന തുക കൂടി പരിഗണിക്കണം. അവിടെ 2,850 റിവാർഡ് പോയിന്റ്. ഒന്ന് ആലോചിച്ച് നോക്കേ. 2,850 റിവാർഡ് പോയിന്റ്. അത് ഒരു റിവാർഡ് പോയിന്റിന് 0.10 വെച്ചിട്ട്. അപ്പൊ ഗുണിച്ച് നോക്കിയാൽ മതി. ഇനി നമുക്കറിയാം പോയിന്റ് 10 എന്ന് പറഞ്ഞാൽ 10/100 തുല്യമാണ്. ഒരു 0 അങ്ങ് വെട്ടിമാറ്റി അവശേഷിക്കുന്ന ഒരു 0 കൂടെ വെട്ടിമാറ്റി ആൻസർ 285. ഇത് കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ അറിയാം. ഇത് ഇവിടോട്ടങ്ങ് എഴുതിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അല്ലേടാ? ആണ്. അപ്പൊ നിലവിൽ ഇത് രണ്ടും കൂടി കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതാ ചോദ്യത്തിന്റെ ഉത്തരം. കണ്ടുപിടിക്കാൻ ഇനി എളുപ്പം. എന്താ? 2 0 വെട്ടി 2 0 വെട്ടി. പരിപാടി കഴിഞ്ഞോ? ഇനി എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഗുണിക്കേണ്ടവർക്ക് ഗുണിച്ച് കുറയ്ക്കാം. അല്ലാത്തവർക്ക് ഡിജിറ്റ് സമ്മ, സിംഗിൾ ഡിജിറ്റ് സമ്മ എടുക്കാം. എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിക്കോ. ഇവിടെ സിംഗിൾ ഡിജിറ്റ് സമ്മ എന്ന് പറയുമ്പോൾ 7 2 9. 9 ഗുണം 6 എത്ര വരും? 6 9 54. 5 പ്ലസ് 4 എത്ര വരും? 54ന്റെ 5 4 കൂടെ കൂട്ടുമ്പോൾ 9. ഇവിടെ ഇനി എത്ര ഉള്ള? 8 2 10. 10 5 എത്ര വരും? 15. 5 1 എത്ര വരിക? 6. 9 4 പോയാൽ എത്ര ഡിജിറ്റ് സമ്മ വരണ്ടേ? 3. അതായത് ഈ തന്നിട്ടുള്ളതായ കൂട്ടത്തിൽ ഏതോ ഒരാളുടെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് എന്താണ്? 3 എന്നാ വരുന്നത്. ആ 3 വരുന്നതായ ആളുകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവനായിരിക്കും ഇതിന്റെ ഉത്തരം. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റും. അവസാനിക്കുന്നത് ഉത്തരം ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുമ്പോൾ ഇവിടെ എങ്ങനെയാ വരുന്നത്? 720 ഗുണം 60. ഈ കിട്ടുന്ന ഉത്തരം 0-ൽ അവസാനിക്കുന്ന ഉത്തരമല്ലേ? 0-ൽ അവസാനിക്കുന്ന ഉത്തരമല്ലേ? ഇവിടെ നിന്ന് 0-ൽ അവസാനിക്കുന്ന ഒരു ഉത്തരം നമുക്ക് കിട്ടും. ഇത്രയും ഭാഗത്ത് നിന്ന് മൈനസ് ഇവിടെ ഒരു 5-ൽ അവസാനിക്കുന്ന ഉത്തരവുണ്ട്. അതായത് നമുക്ക് കിട്ടേണ്ടതായ ഉത്തരവും 5-ൽ അവസാനിക്കുന്ന ഒരു ഉത്തരമാണ് എന്ന് പറയുമ്പോൾ
ഓപ്ഷൻ ഡി അവിടുന്ന് കട്ടാവും, അതുപോലെ ഓപ്ഷൻ എ അവിടുന്ന് കട്ടാകും. ഇനിയുള്ള 2 പേർ കണ്ടോടാ, ഇതൊക്കെ ഐഡിയ വർക്കാക്കട. ഇനി 3 കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റ് സം എന്ന് പറയുന്നതിൽ നിന്ന് 9 വെട്ടി മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ദാണ്ടേ 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 നോക്കിക്കോ, 5 വെട്ടി 5 4 9. ദാണ്ടേ ഇത് വെട്ടി 2 1 എത്ര വന്നു? 3. ഇവിടെയും 3 ആണോ വരുന്നതെന്നൊന്ന് ഉറപ്പ് വരുത്തുക. 3 ആണെങ്കിൽ വേറെ എന്തെങ്കിലും ഐഡിയ അവിടെ പ്രയോഗിക്കണം. താ നോക്കിക്കോണം, 5 4 9, 2 4 1 5. ഡിജിറ്റ് സം എന്ന് പറയുന്നത് 3. അതുകൊണ്ട് ആരായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി. എന്താ? 4 2 9 1 5. മക്കളെ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഡിജിറ്റ് സം വർക്ക് ആവുമോ അത് തന്നെ ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം പിടികിട്ടിയോ? ഇനി രണ്ടാമത്തെ ചോദ്യത്തിനകത്തേക്ക് വാ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാ തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ഇഫ് എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 0? ഇതിന്റെ ആൻസർ നമ്മൾ പറയണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ നമ്മുടെ മനസ്സിലുണ്ടാകണം. ആൽജിബ്ര പഠിക്കുമ്പോൾ എന്താണ് ആ ഇക്വേഷൻ എന്ന് ശ്രദ്ധിച്ചേടാ. താ നോക്കിക്കോ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3ab ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ഇൻറ്റു. ഇതിനകത്ത് എഴുതുന്ന എല്ലാം സ്ക്വയർ വെച്ചുള്ള ആ കണ്ടീഷനാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. കഴിഞ്ഞു. ഇനിയെല്ലാം ഈ 2 പേരെ വെച്ച് മൈനസ് ഇട്ട് എഴുതണം. മൈനസ് എ ബി മൈനസ് എ സി മൈനസ് ബി സി. കണ്ടോ, ഇവിടെ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? എ പ്ലസ് ബി പ്ലസ് സിയുടെ വില 0 എന്ന. അപ്പൊ ഇതിന്റെ വില 0യാ. ഇതിന്റെ വില 0 ആണെങ്കിൽ 0 ഇൻറ്റു ദാ ഇത്രയും സാധനം. ഇനി ഈ സൈഡ് നോക്കേണ്ട കാര്യമുണ്ട്. ഇത് മൊത്തത്തിൽ 0 ആയില്ലേ? ഓക്കെ ആണോ? അവിടെ മൊത്തത്തിൽ 0 ആകുമ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനി ഈ പറയുന്ന മൈനസ് 3abc ഈക്വൽ ടു ഇപ്പുറം കൊണ്ടുവന്നാൽ അതെന്തായി മാറൂടാ? ഈക്വൽ ടു 3abc എന്നാവും. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ എത്ര വരൂടാ? ഈക്വൽ ടു 3abc എന്ന് വരും. ഇത് 2023 വന്നിട്ടുണ്ട്. ഇതേ ചോദ്യം തന്നെ 2021 വന്നിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പോ നിലവിൽ അവര് ചോദിച്ചത് ഈ പറയുന്ന അന്ന് ചോദിച്ചത് എന്താ? ഈ പറയുന്ന കണ്ടീഷൻ ഇങ്ങനെ തന്നിരുന്നത്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് 3abc ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എന്നാ ചോദിച്ചത്. ഇത് ജസ്റ്റ് ഒരു തിയറം പോലെ പഠിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ അല്ലേ? അതിന്റെ ആൻസർ എന്തായിരുന്നു? 0 എന്ന് അന്ന് വന്നത് 2021. ഇനി ഈ ഒരു ചോദ്യം നോക്കേ മക്കളെ. ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തറിയണം എന്ന് ചോദിച്ചാൽ നിലവിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കോസ് ഇവിടെ 2 കോസുകൾ മൾട്ടിപ്ലൈ ചെയ്തു. നടുക്ക് ഒരു പ്ലസ് ഉണ്ട്. ഇവിടെയും 2 കോസുകൾ മൾട്ടിപ്ലൈ ചെയ്തു. ഈ ഒരു രീതിയിലാണ് തന്നേക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ അറിയാവുന്നതായ ഒരു കാര്യമുണ്ട്. കോസ് എ എന്ന് പറയുന്നത് സൈൻ ഓഫ് 90 മൈനസ് എ ആണ്. ഇത് നമുക്കറിയാം. പക്ഷെ ഈ ചോദ്യത്തിനകത്ത് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് വർക്കാവോ? ആകെ നിങ്ങൾ ആലോചിക്കേണ്ടത് 36 പ്ലസ് എ എന്ന് പറയുന്ന സാധനം മൊത്തമായിട്ടാണ് പരിഗണിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? ശ്രദ്ധിച്ചോണം. കോസ് ഓഫ് 36 പ്ലസ് എ എന്ന് പറയുന്നത് സൈൻ ഓഫ് എന്ത് ചെയ്യണം? 90 മൈനസ് കണ്ടോടാ 36 പ്ലസ് എ. ഇവിടെ എന്തുകൊണ്ടാ ഞാൻ ഈ മൈനസ് 36 പ്ലസ് എ എന്ന് പരിഗണിച്ച്? ഒന്നുമില്ല. ഈ 36ന്റെ കൂടെ ആഡ് ചെയ്തു 54 എങ്കിൽ 90 കിട്ടും. ഇവിടെ 54 വരുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇവിടെ ഈ 54 എന്ന് പറയുന്നത് 36ന്റെ കൂടെ കൂട്ടിയാൽ 90 വരും. ആ വരുന്ന 54 അതുകൊണ്ട് തന്നെ അപ്പുറത്ത് കിടപ്പുണ്ടെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്ത് സൈനിലേക്ക് ആക്കിയാൽ എനിക്കൊരു ഗുണമുണ്ട്. എന്താണ് ആ ഗുണം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നോക്കിക്കോ, കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്നാകുന്ന കണ്ടീഷൻ കോസ് ഓഫ് എ മൈനസ് ബിക്ക് തുല്യമാണ്. കണ്ടോ, ഈ സ്കീം എനിക്ക് അറിയാം. ഇത് അറിയണം. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇങ്ങനെയാണ് ആ കണ്ടീഷൻ ഇരിക്കുന്നത്. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന ഫോർമാറ്റിലേക്ക് ഇവനെ മാറ്റാൻ പറ്റും. എങ്ങനെ തിരിച്ചറിഞ്ഞു? ഇവിടെ 36ന്റെ കൂടെ 54 കൂട്ടിയാൽ 90 വരും. എങ്കിൽ എനിക്ക് ഈ കോസിനെ സൈൻ ആക്കാം, അതുപോലെ ഈ കോസിനെയും സൈൻ ആക്കാം. നടുക്ക് പ്ലസ് ആയതുകൊണ്ട് ഇവിടെ കോസ് എ കോസ് ബി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇവിടെ സൈൻ എ സൈൻ ബി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലേക്കും എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ഇനി ഇവനെ അങ്ങോട്ട് മാറ്റി എഴുതുക. എങ്ങനെ വരൂടാ? ഇവിടെ 36 പ്ലസ് എ. ഇവനെ എനിക്ക് എങ്ങനെ എഴുതാം? സൈൻ ഓഫ് 90 മൈനസ് 36 എന്ന് പറഞ്ഞാൽ 54. ഈ മൈനസ് അകത്തോട്ട് കയറി വരുമ്പോൾ 54 മൈനസ് എ. കണ്ടോ, ഇതുപോലെ കോസ് ഓഫ് 36 മൈനസ് എ എന്ന് പറയുന്നതിന് എനിക്ക് എങ്ങനെ എഴുതാം? സൈൻ ഓഫ് 54 പ്ലസ് എ എന്ന് എഴുതാം. എന്തെങ്കിലും ഡൗട്ട് വരുമോ? ഇല്ല. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന 2 കോസുകളുടെ സ്ഥാനത്തേക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരൂടാ? കോസ് 36 പ്ലസ് എക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? സൈൻ ഓഫ് 54 മൈനസ് എ. കണ്ടോ, ഇനി എനിക്ക് അവിടെ എന്ത് ചെയ്യാം?
കോസ് ഓഫ് 36 മൈനസ് എക്ക് വരെ എന്ത് ചെയ്യാം, സൈൻ ഓഫ് 54 മൈനസ് എ എന്ന് എഴുതാം. അത് കഴിഞ്ഞുള്ളതിനെ അതേപോലെ തന്നെ അങ്ങ് എഴുതിക്കോടാ. കണ്ടോ, കോസ് ഓഫ് എന്താണ് കിടക്കുന്നത്, 54 പ്ലസ് എ, അതുപോലെ കോസ് ഓഫ് 54 മൈനസ് എ. ഇനി പറ, ഈ കിടക്കുന്ന സാധനത്തിനെ എനിക്ക് എന്തെന്ന്, എടാ ഇവിടെ സൈൻ ഓഫ് 54 ഇവിടെ പ്ലസ് ആണ് കേട്ടോ, ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസും ശരി. ഇനി പറഞ്ഞു, ഇതിനകത്ത് ഒരാളെ ഞാൻ എന്തെന്ന് വിളിക്കും, എ എന്ന് വിളിക്കും. തൽക്കാലം ഇവനെ ഞാൻ എ എന്ന് വിളിച്ചാൽ ഇവനെ ഞാൻ ബി എന്ന് വിളിക്കാം. അതായത് പ്ലസ് ഇട്ട് എഴുതുന്ന ആളിനെ ആദ്യവും മൈനസ് ഇട്ട് എഴുതുന്ന ആളെ രണ്ടാമത്, തിരിച്ചു പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി പറ, ഇതിന്റെ ആൻസർ എന്ത് വരും? ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ കോസ് ഓഫ് എയുടെ സ്ഥാനത്താരാ ഉള്ളത്, 54 പ്ലസ് എ. കണ്ടോടാ. ഇനി ഇവിടെ ആരാ, മൈനസ്. കണ്ടോ, കോസ് ഓഫ് എ മൈനസ് ബി മൈനസ് ബിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ളത്, 54 മൈനസ് എ വരും. ഈ മൈനസ് അകത്തോട്ട് വരുമ്പോൾ ഇതങ്ങ് പ്ലസ് ആവും. ശരിയാണോ? 54 വെട്ടിപ്പോകും. ഇനി അവിടെ ആരാ ഉള്ള, എ പ്ലസ് എ ഉണ്ട്. എ പ്ലസ് എ ആരാടാ, കോസ് 2a. ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളതായ കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് പറയുന്നത് ആർക്ക് തുല്യം, കോസ് ഓഫ് എ മൈനസ് ബിക്ക് തുല്യം. ഇനി ഈ ചോദ്യത്തിനകത്തേക്ക് അതെങ്ങനെ കൊണ്ടുവരണം, 36ന്റെ കൂടെ 54 കൂട്ടുമ്പോൾ എനിക്ക് 90ലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നാണെങ്കിൽ എനിക്ക് ഈ കോസിനെ എന്ത് ചെയ്യാം, സൈൻ ഓഫ് 54 മൈനസ് എ എന്ന് എഴുതാം. ഈ കോസിന് എനിക്ക് എന്ത് ചെയ്യാം, സൈൻ ഓഫ് 54 പ്ലസ് എ എന്ന് എഴുതാം. 54 പ്ലസ് എ എന്ന് പറയുന്ന ആളിനെ ഈ എക്ക് പകരം എഴുതി നോക്കേ, ഈ എക്ക് പകരം എഴുതി നോക്കേ. അപ്പോ അതുപോലെ 54 മൈനസ് എ എന്ന് പറയുന്ന ആളെ ഈ ബിക്ക് പകരം എഴുതി നോക്കേ. എവിടെ എഴുതിയാൽ മതി, ഡയറക്റ്റ് ഇതിനകത്തോട്ട് അങ്ങ് എഴുതിയാൽ മതി. കാര്യം കാണുമ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് മനസ്സിലായില്ലേ. അപ്പൊ ആൻസർ എങ്ങനെ വരണം, കോസ് ഓഫ്, കണ്ടോ 54 വെട്ടിപ്പോവും അങ്ങനെ എഴുതുമ്പോൾ. എ പ്ലസ് എ മാത്രമേ ഇനി അവിടെ ഉണ്ടാകുള്ളൂ കുറച്ച് നോക്കുമ്പോൾ. അപ്പൊ എന്ത് വരും ഇവിടെ, ദാണ്ടേ കോസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് വരും ഇവിടെ, 2a എന്ന് വരും. നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കും തിരിച്ച് ചെയ്താൽ എന്ത് സംഭവിക്കും, കോസ് ഓഫ് മൈനസ് 2a എന്ന് വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് ആര് തന്നെ, കോസ് തീറ്റ തന്നെയാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ കോസ് 2a എന്ന് തന്നെ വരത്തുള്ളൂ ആൻസർ കേട്ടോ. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? എല്ലാ രീതിയിലും ചെയ്യുമ്പോൾ ഒരേ ഉത്തരേ വരത്തുള്ളൂ, മാറ്റമൊന്നുമില്ല. അടുത്ത ചോദ്യം നോക്കേടാ. ഇവിടെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെയാ കണ്ടുപിടിക്കുക, 6a² വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ഈ 6a² എന്ന് പറയുന്നത് 24 എന്നാ അവർ തന്നേക്കുന്നത്. ഓക്കെ ആണോ? ഇനി എന്താ പറയുന്ന കണ്ടുപിടിക്കാൻ, വോളിയം കാണണം. വോളിയം എന്ന് പറഞ്ഞാൽ a³. ആദ്യമേ ഇവിടെ നിന്ന് എ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. 6 കൊണ്ട് അപ്പുറം ഇപ്പുറം വിട്ടുമ്പോൾ ഇവിടെ എത്ര വരും, 4. അതായത് എ എന്ന് പറഞ്ഞാൽ എത്ര വരും, 2. ഇനി a³ എന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര വേണം, 2ന്റെ ക്യൂബ്. 2ന്റെ ക്യൂബ് എത്രയാ വരിക, 8. ഡൗട്ട് ഉണ്ടോ? വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യം. ഇതൊക്കെ വളരെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ ആണ്. പഠിക്കാത്തവനും അത് എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. ഇനി ഇത് നോക്കേടാ, ബോർഡ് മാസിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു. എവിടെ നിന്നാ, ബോർഡ് മാസിനകത്ത് നിന്നൊരു ചോദ്യം ചോദിച്ചു. നമുക്കറിയാം ആദ്യം ബ്രാക്കറ്റ് നോക്കണം, ഇവിടെ ബ്രാക്കറ്റുകളില്ല. പിന്നെ ഓഫുകൾ നോക്കണം. ഇവിടെ ഒരു ഓഫ് ഉണ്ട്. ഓഫ് എന്ന് പറഞ്ഞാൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നം ഇടണമെന്നാ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ 5ഉം വെട്ടിപ്പോവും. ഇനി അവിടെ ആരെയാ നോക്കണ്ടേ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷനെ നോക്കണം. ഡിവിഷൻ കിടക്കുന്നത് ഇവിടെ ആണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു. അപ്പോ ഇനി അവനെ അങ്ങോട്ട് എഴുതിയാൽ മതി. അതിനു മുമ്പേ ഇവനെ മിക്സഡ് ഫ്രാക്ഷൻ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ഇംപ്രോപ്പർ ആക്കണം. അതിനെന്ത് ചെയ്യണം, 5 ഗുണം 4 അവിടെ പ്ലസ് 4 കൂടെ കൊടുക്കണം. എത്ര വരും, 24 ഡിവൈഡഡ് ബൈ എത്ര, 5. ഇനി ഡിവിഷൻ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇടാം. അവിടെ എന്ത് ചെയ്താൽ മതി, റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ഓക്കെ ആണോ? മൾട്ടിപ്ലിക്കേഷൻ ആക്കാം. എങ്ങനെ, ഡിവിഷന് പകരം അവിടെ ഇൻഡു ചിഹ്നം വരണം, മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നം വരണമെങ്കിൽ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെ വന്നാൽ 24 3 കൂടെ ഇട്ട് ഇവിടെ എത്ര വരും, 8 വരും. ഇനി അതിനുശേഷം എന്തുണ്ട്, പ്ലസ്. ഇവിടെ നോക്കേടാ, 4/5 ഗുണം 3 എന്നാ. ഇവിടെ ഞാൻ 2 വെച്ച് വെട്ടി, 2 കൊണ്ട് വെട്ടി. അപ്പൊ ഇവിടെ എത്ര വരും, മുകളിൽ 4 വെട്ടിയാൽ 2 വരും. 10 ആണ് വെട്ടുന്നതെങ്കിൽ 5 വരും. 5 ഗുണം 5 എത്ര മക്കളെ, 25. 3 ഗുണം 2 എത്ര മക്കളെ, 6. മൈനസ് 1/5 എന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത ഇനി എന്താ, ഡിനോമിനേറ്റർ എന്ന് പറയുന്ന ആൾ 5 വരുന്ന 2 പേര് ഇവിടെ ഉണ്ട്. ഇവിടെ 8 ആണ്, ഇവിടെ 1 ആണ്. ഇതിന്റെ ഫ്രണ്ടിൽ മൈനസ്. അപ്പൊ 8 മൈനസ് 1 എത്ര വരും ഇവിടെ, 7/5. ഇനി എന്താ ഉള്ളത്, പ്ലസ് 6/25 അവിടെ കിടപ്പുണ്ട്. എന്ത് ചെയ്യാ ഇനി, ഇവിടെ ഒരു 5, ഇവിടെയും ഒരു 5 കൊണ്ട് വന്നാൽ നമുക്കറിയാം 5 താഴെ ഡിനോമിനേറ്റർ 25 ആക്കാൻ എളുപ്പമായി. എവിടെ, ഇവിടെ. അപ്പൊ 7 ഗുണം 5 എത്ര വരും, 35. ഇനി ഇവിടെ എത്ര ഉണ്ട്, 6.
ഡിവൈഡഡ് ബൈ 25. അപ്പൊ 35 6 41. 41 ഡിവൈഡഡ് ബൈ 25. 25 25 50. എന്തായാലും ഒരു തവണയെ അടങ്ങത്തോളെന്ന് നമുക്കറിയാം. ഇനി പറ 25ന്റെ ബാക്കി 41ലേക്ക് എന്ന് എത്താൻ എത്രയുണ്ട്? 16 ഉണ്ട്. അതാണ് റിമൈൻഡർ. ഡിവൈഡഡ് ബൈ ആര്? 25. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ കണ്ടോ? വളരെ നിസ്സാരമായിട്ട് ചെയ്യാതെ അടുത്ത ചോദ്യം നോക്കടാ. അടുത്തത് ഇവിടെ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസിന്റെ കാര്യം അവർ പറഞ്ഞേക്കുന്നത്. ഇവിടെ ആദ്യത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എ ബി സി ആ. ദാണ്ടേ മക്കളെ, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ വരച്ചു. എ ബി സി. രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് പി ക്യു ആർ ആ. ദാ വരച്ചറ പി ക്യു ആർ. ഇവിടെ ഈ പറയുന്ന എ എന്ന് പറയുന്നത് 90, പി എന്ന് പറയുന്നത് 90. ഇനി അവർ തന്നേക്കുന്നത് എന്താ? ബി സിയുടെ വില എന്ന് പറയുന്നത് 13 എന്ന് തന്നിട്ടുണ്ട്. പി ആറിന്റെ വില എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? 5. കാണുമ്പോൾ തന്നെ അറിയാം ഇതേ സൈഡ് തന്നെയല്ലേ ഇതാ ഇവിടെയും ഉള്ളത്. ഇത് 13 ആണെങ്കിൽ ഇത് 13 ആയിരിക്കും, ഇത് 5 ആണെങ്കിൽ ഇവിടെ 5 ആയിരിക്കും. കോൺഗ്രുവന്റ് എന്നല്ലേ പറഞ്ഞേക്കുന്നേ. ഒരാള് ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആകുന്ന രീതിയിലാണല്ലോ ആ 13 വരുന്നത്. പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അത് ഹൈപ്പട്ന്യൂസാ. എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം അവിടെ അവൈലബിൾ ആകുന്ന റിമൈനിങ് സൈഡ് അതർ ദാൻ ഹൈപ്പട്ന്യൂസ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ റൂട്ട് ഓഫ് 13ന്റെ സ്ക്വയർ എത്രയടാ? 169. 5ന്റെ സ്ക്വയർ എത്രയടാ? 25. രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ എത്ര വരുടാ? 144. റൂട്ട് 144 ആരടാ? 12 സെന്റിമീറ്ററാ. ഡൗട്ട് ഉണ്ടോ? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? ഒന്നുമില്ല, പൈതഗോറസ് തിയറം പ്രകാരം കണ്ടുപിടിക്കേണ്ടതായ പി ക്യു എന്ന് പറയുന്ന സൈഡ് എന്ന് പറയുന്നത് ബാക്കിയുള്ളതായ രണ്ട് സൈഡുകളുടെ സ്ക്വയർ എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. 13ന്റെ സ്ക്വയർ മൈനസ് 5ന്റെ സ്ക്വയർ എത്ര വരും? 169 മൈനസ് 25, അത് 12 വരും. ഡൗട്ട് ഇല്ലല്ലോ. അടുത്ത ചോദ്യം നോക്കേ. ഇവിടെ മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കാനാ. മീൻ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനിടയിൽ ആരോ ഒരാളുണ്ട്, അയാളെ തൽക്കാലം ബി എന്ന് പറ. എന്നിട്ട് നമുക്ക് പറയാം എന്താ? 7/b ഈസ് ഈക്വൽ ടു b ബൈ 112. ശരിയാണോ? 7 എന്താ ബൈ ബി ഈക്വൽ ടു ബി ബൈ 112. ഇതാ മീൻ പ്രപ്പോർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ നമുക്ക് ബിയും ബിയും കൂടെ അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? ബി സ്ക്വയർ ഈക്വൽ ടു 7 ഗുണം 112. ഇനി ഈ 112നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തേടാ. ഇവിടെ 4 ഇതിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റും. കാര്യം എന്താ? അവസാനിക്കുന്നതായ 2 ഡിജിറ്റുകളിൽ 4 കാണാനുണ്ടല്ലോ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. എളുപ്പമുള്ളത് വെച്ചിട്ട് നോക്കിയാൽ മതി. അപ്പൊ 4 പുറത്തെടുത്താൽ നമുക്ക് ഇവിടെ ആര് വരും? 28 വരും. ഈ 28 എന്ന് പറയുന്നതിനെ നമുക്ക് 7 കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. എങ്ങനെ? 7 ഗുണം 4. അപ്പൊ ബി സ്ക്വയർ ഇതാ എന്നാണെങ്കിൽ ബിയിലേക്ക് എത്തണം എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. അപ്പൊ എനിക്ക് ആരെ കിട്ടും? ബി എന്ന് പറയുന്ന ആളിനെ കിട്ടൂലേ. അപ്പോ ഇപ്പുറത്തും അന്നേരം ഞാൻ റൂട്ട് എടുക്കണം. ഇങ്ങനെ ഇവിടെ റൂട്ട് എടുത്താൽ 2 7കളിൽ നിന്ന് ഒരു 7 പുറത്തു വരും, 2 4കളിൽ നിന്ന് ഒരു 4 പുറത്തു വരും. സോ 7 ഗുണം 4 എത്രയാണ് ആൻസർ? 28. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോടാ എളുപ്പമല്ലേടാ. അടുത്ത ചോദ്യം നോക്കടാ. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. 4 വിമനും അല്ലെങ്കിൽ 6 ബോയും അവർക്ക് ഒരേ ദിവസം കൊണ്ട് ജോലി ചെയ്തു തീർക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് M1 D1 T1 ഈസ് ഈക്വൽ ടു M2 D2 T2. ഇത് ടോട്ടൽ വർക്കുകൾ ഈക്വൽ ആകുന്ന ഒരു സെറ്റപ്പ് വെച്ച് നമ്മൾ പറഞ്ഞ ഈക്വൽ വർക്ക് പോലെയുള്ള ഒരു കണ്ടീഷന്റെ ജനറലൈസ്ഡ് ഫോം ആണ്. വർക്കിന്റെ എണ്ണം സെയിം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും നമുക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഓരെന്നാണ് ഇട്ടേക്കുന്നത് എന്നാണെങ്കിൽ വിമനിന്റെ എഫിഷ്യൻസിയെ W എന്നും ബോയിയുടെ എഫിഷ്യൻസിയെ B എന്നും വിളിക്കാം. എന്നിട്ട് എന്ത് പറയുക? 4W എന്ന് പറയുന്നത് ഇക്വലന്റ് ടു ആരാണ്? 6 ബോയി ആണ്. ഇത് എന്തിന് തന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ W/B എന്ന റേഷ്യോ കണ്ടുപിടിക്കാനാ. W/B എന്ന് പറഞ്ഞാൽ W/B. അപ്പൊ ഈ ബി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് 6:4 എന്നാവും. വെട്ടി ചെറുതാക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 3:2 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇപ്പൊ എനിക്ക് ഈ കിട്ടിയിട്ടുള്ളതായ റേഷ്യോ എന്ന് പറയുന്നത് എന്ത് റേഷ്യോയാ? എഫിഷ്യൻസി എന്ന് പറയുന്നതിന്റെ റേഷ്യോയാ. ഓക്കെ ആണോ? ഇനി ഇവിടെ ഈ ചോദ്യം മുന്നോട്ടേക്ക് പോകുമ്പോൾ മാൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മാൻ എന്ന് പറയുന്നതായ കണ്ടീഷൻ വരേണ്ടതില്ല. അവരുദ്ദേശിക്കുന്നത് ബോയിയുടെ കാര്യമായിരിക്കണം. ഓക്കെ, ഞാൻ അതുകൊണ്ട് അതങ്ങ് തിരുത്തി. ഓക്കെ, അന്നത്തെ പരീക്ഷയ്ക്ക് ഇത് ക്യാൻസൽ ആയ ഒരു ക്വസ്റ്റ്യന്റെ കൂട്ടത്തിൽ വരുന്ന ഒന്നാണ്. അപ്പോൾ എ ബോയ് ക്യാൻ ഫിനിഷ് ഇറ്റ് ഇൻ 60 days. ഒരു ബോയ് ശരിക്കും പറഞ്ഞാൽ അത് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് ഇനി അവർ പറയുന്നുണ്ട്? 60 ദിവസം കൊണ്ട്. നമുക്കറിയാം എന്താ? നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എന്ത്? നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തിനെ തരുന്നു? അത് ടോട്ടൽ വർക്കിനെ തരുന്നു. ഓക്കെ ആണോ? ആരെ തരുന്നു? ടോട്ടൽ വർക്കിനെ തരുന്നു. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബോയിയുടെ സ്ഥാനത്ത് 2 ആണ് എഫിഷ്യൻസി ആയി കിടക്കുന്നത്. ആ ബോയ് ഒരാൾ ചെയ്തു തീർക്കുന്നത്, ഈ ഒരു ബോയിയുടെ എഫിഷ്യൻസി അല്ലേ 2, അവൻ ചെയ്തു തീർക്കുന്നതായ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 60. അപ്പൊ 60 ഗുണം 2 എത്ര വന്നടാ?
120 അവിടുത്തെ ടോട്ടൽ വർക്ക്. ഇനി ഈ 120 ആകുന്ന അത്രയും യൂണിറ്റ് ഓഫ് വർക്ക് 5 വിമൻ ചേർന്ന് ചെയ്യണം എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കണം? ഡേയ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, നമ്പർ ഓഫ് ഡേയ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താ ഇക്വേഷൻ? തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്ന അത് തന്നെ. എന്താ? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എന്നാക്കിയാൽ മതി. ടോട്ടൽ വർക്ക് ഇപ്പോഴും 120 തന്നെ. അവിടെ വിമനിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരാളിൻ്റെതാണെങ്കിൽ അത് 3. അങ്ങനെയുള്ള 5 പേര് അവിടെ ഉണ്ട്. സോ 5 × 3 15. 120/15 എത്ര വരും ഇവിടെ? 120/15 എന്ന് പറഞ്ഞാൽ 8. അതായത് 8 ദിവസം കൊണ്ടായിരിക്കും 5 വിമൻ ആണ് ആ പണിയെടുക്കുന്നതെങ്കിൽ ആ ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്ന ദിവസം എത്രയാ? 8 ദിവസം. ഓക്കെ ആണോ മകളെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, വളരെ നിസ്സാരമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. അടുത്തത് ഒരു 15. ഇവിടെ ഞാനൊരു സർക്കിൾ വരയ്ക്കുക. ഇനി അവർ പറഞ്ഞേക്കുന്നത് എന്താണ് മക്കളെ? വളരെ ക്വിക്കായിട്ട് നമ്മൾ ചോദ്യങ്ങളെ സമീപിക്കണമെന്നുള്ളതാണ്. അതും കൂടെ പ്രാക്ടീസ് ചെയ്യാനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചോദ്യങ്ങളെയും ഞാൻ ഇങ്ങനെ എടുത്ത് പ്രീവിയസ് ക്വസ്റ്റ്യന്റെ മാതൃകയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി നോക്കിയടാ, ഇത് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഒരു കോഡ് വരച്ചിട്ടുണ്ട് ഇച്ചിരി ദൂരോട്ട് മാറ്റിയിട്ട്. ഈ കോഡിന്റെ ലെങ്ത് 40 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി എന്താ അവർ പറയുന്നത്? അവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നുണ്ട്, അതിന് 15 സെന്റിമീറ്റർ നീളമുണ്ട്. എവിടെ നിന്ന്? സർക്കിളിന്റെ സെന്ററിൽ നിന്ന്. ഈ വരച്ചേക്കുന്നതാണ് പെർപെൻഡിക്കുലർ, വിച്ച് ഈസ് 15. ഓക്കെ ആണോ? ഇനി നമുക്കറിയാം ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഇവിടെ സർക്കിളിലെ ഈ കോഡ് എന്ന് പറയുന്നത് 2ആയിട്ട് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ആയി മാറും. എങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇവിടെ റേഡിയസ് എന്ന് പറയുന്ന ആളിനെ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് ചോദ്യം പറയുന്നത്. ഓക്കെ ആണോ? ആ റേഡിയസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് ആരാടാ ശരിക്കും? ഇത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ പോരെ? എന്ത് ചെയ്താൽ മതി? ഈ 15ന്റെ സ്ക്വയറും ഇവിടെ ഇത് 20ന്റെ സ്ക്വയറും കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. 15ന്റെ സ്ക്വയർ എത്രയാ? 225. 20ന്റെ സ്ക്വയർ എത്രയാ? 400. 400 200 എത്ര വരും? 600. 625 വരും സമ്മ്. 625 എന്ന് പറയുമ്പോൾ അതിന്റെ റൂട്ട് എത്ര വരും ഇവിടെ? അതല്ലേടാ ഈ പറയുന്ന റേഡിയസ്. എത്ര വരും ഇവിടെ? 25. കണ്ടോ? സർക്കിളിന്റെ റേഡിയസ് അപ്പൊ എത്ര വന്നു? 25. ശ്രദ്ധിച്ചോണം, ചില പരീക്ഷയ്ക്ക് ചില സമയങ്ങളിൽ ഈ റേഡിയസിന് പകരം ഡയമീറ്റർ ആയിരിക്കും ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. മക്കളെ, ഡയമീറ്റർ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ കിട്ടുന്നതിന്റെ ഇരട്ടി 25ന്റെ ഇരട്ടി 50. ഒരു കാര്യം മനസ്സിലാക്കണം, അത്രയും സെന്റിമീറ്റർ കേട്ടോ. ആ യൂണിറ്റ് കൂടെ അവിടെ ഉണ്ട്. ചിലപ്പോൾ അവർ ഈ 25 ഓപ്ഷനിൽ തരും, 50 ഓപ്ഷനിൽ തരും. എന്നിട്ട് ചോദിക്കുന്ന ഡയമീറ്റർ ആയിരിക്കും. തിരിഞ്ഞു പോരുത്. കൈ കിട്ടിയ ഉത്തരത്തിനെ ഓപ്ഷനിൽ കണ്ട ഉടനെ അത് കയറി കറുപ്പിക്കരുത്. ഉറപ്പിച്ചിട്ട് വേണം അത് കറുപ്പിക്കാൻ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ സ്കീം ഉണ്ട്. ആ സ്കീമിനകത്ത് എന്താ? ഒന്നല്ല, 2 എണ്ണം ഉണ്ട്. ആദ്യത്തെ സ്കീമിൽ 500 രൂപ വെച്ച് ഡെപ്പോസിറ്റ് ചെയ്യും, രണ്ടാമത്തേനകത്ത് 700 രൂപ. ഈ ആദ്യത്തെ സ്കീം 4 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഒരു പലിശ കിട്ടും. അതുപോലെ എന്താ, 2 വർഷത്തേക്ക് 700 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും ഒരു പലിശ കിട്ടും. രണ്ടും കൂടെ ചേർത്തിട്ട് അത് എത്രയുണ്ടെന്നാണ് ഇവർ പറയുന്നത്? 280 ഉണ്ട്. എങ്കിൽ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 2 സ്കീമിലും ഒരുപോലെ എങ്കിൽ 280 കൂട്ടുമ്പോൾ കിട്ടുന്നു എങ്കിൽ അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വല്ല പാടുമുണ്ടോ? പക്ഷെ ഒരു കാര്യം മറക്കരുത്, PNR/100 എന്ന് പറയുന്നതിൽ ബൈ 100 കാരണം 2 പൂജ്യങ്ങൾ എനിക്ക് മുകളിൽ നിന്ന് വെട്ടിക്കളയാം. ആ വെട്ടുന്നതായ പൂജ്യങ്ങൾ എവിടെ നിന്ന് മാത്രം ശ്രദ്ധിച്ചോണം. പ്രിൻസിപ്പിളിലായിരിക്കും മിക്കവാറും വെട്ടാൻ പറ്റുന്നത്. അതായത് ഞാനിപ്പോൾ 500 ഗുണം നമ്പർ ഓഫ് ഇയേഴ്സ് 4, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട 6 എന്ന് പറഞ്ഞു. 500ന്റെ സ്കീം പ്രകാരം 500 ഗുണം 4 ഗുണം 6/100 എന്ന് വരും. ഇവിടെ ആക്ച്വലി ഈ 2 പൂജ്യങ്ങൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി വെട്ടിക്കളയാലോ. ഇതുപോലെ തന്നെ 700ന്റെ സ്കീമിനകത്ത് നിന്ന് എനിക്ക് 2 പൂജ്യം വെട്ടാലോ. അപ്പൊ ഞാൻ ചുമ്മാ ഇതിങ്ങനെ എഴുതി വലിയ കണക്കായിട്ട് എഴുതിയൊന്നും മാറ്റേണ്ട കാര്യമില്ല. 2 പൂജ്യം 500ന് വെട്ടി മാറ്റിയാൽ അവിടെ 5 ഉണ്ട്. ഇനി അവിടെ ഒരു 4 ഉണ്ട്. 5 ഗുണം 4 എത്ര വരും ഇവിടെ? എനിക്കറിയാം 5 ഗുണം 4 എത്ര വരിക? 20. റേറ്റിന്റെ കാര്യം പറയുന്നില്ല, അതുകൊണ്ട് 6 എന്ന് എഴുതി പ്ലസ്. കണ്ടോ? ഇനി 700ന്റെ 2 പൂജ്യം വെട്ടി 700 7 2 14. കണ്ടോടാ? 14. റേറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ, അതാണ് കണ്ടുപിടിക്കേണ്ട. 6 എന്ന് ഇട്ടു. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന തുക അവർ പറയുന്നത് പ്രകാരം 280 എന്നാ വരേണ്ടത്. 20ഉം 14 കൂട്ടുമ്പോൾ എത്ര വരും ഇവിടെ? 34,6 എന്ന് വരും. അത് എത്രയാടാ? അത് 280. എങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് എത്തേണ്ടത് എങ്ങോട്ടേക്കാ? 6നകത്തേക്കാ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ 2 കൊണ്ട് വെട്ടി ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ എഴുതാം. അപ്പൊ 140 വരും 2 കൊണ്ട് വെട്ടുമ്പോൾ. ഇവിടെ 34 17 ആവും. 140 ഡിവൈഡഡ് ബൈ 17. നമ്മൾ റാൻഡം ആയിട്ട് നോക്കിയാൽ മതി. എന്തായാലും 170ന്റെ പകുതി എന്ന് പറയുമ്പോൾ 85. 85 അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഒരു 17 17 34 കൂട്ട്. അപ്പൊ എത്ര ഒരു 8 3 11. അപ്പൊ ഏകദേശം ഒരു 11 100 സംതിങ്ങിനകത്തേക്ക് കയറി ഒരു 110ന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു തരടാ. 170 ആണ് 17 ഗുണം 10 എന്നറിയാം. ഈ കൂട്ടത്തിനകത്ത് 9 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്. ഇതിനകത്ത് ഈ ഏതിലാണ് വരുന്നതെന്ന് മാത്രം ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആദ്യം കിടക്കുന്ന സംഖ്യകൾ മാത്രം ഒന്ന്
റൗണ്ട് പറയാൻ പറ്റിയാൽ മതി. അങ്ങനെയാണെങ്കിൽ തന്നെ ആൻസർ കൈ കിട്ടൂലേ. ഞാനപ്പോൾ 170 പകുതി എന്ന് പറയുന്നത് 85. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ കൂടെ ഒരു 30 കൂട്ടിയാൽ എന്തോ സംഭവിക്കുമെന്ന് നോക്കും. 30 34 17 ഗുണം 2 എന്ന് പറയുന്നത്. അപ്പൊ വേണ്ട, 34 കൂട്ട്. അപ്പൊ 80ഉം 30ഉം വരുമ്പോഴത്തേക്ക് തന്നെ എത്രയായി? 8 3 11. അപ്പൊ തന്നെ 115 4 119 ഇനി ഒരു 17 കൂടെ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 136 അതിന് മുകളിലേക്ക് എന്തായാലും പോകാൻ പറ്റൂല. അപ്പൊ തന്നെ നമുക്ക് കണക്ക് മനക്കണക്കായിട്ടെന്നുള്ള രീതിയിൽ നമുക്ക് പറയാം, ഇവിടെ 5 കൊണ്ട് ഗുണിച്ചപ്പോ ഇത് 2ഉം കൂടെ കൂട്ടി, അപ്പം ഗുണം 2 പിന്നെ ഒരു 1 കൂടെ പറ്റുമെന്നുള്ള രീതിയിൽ 8 ഇവിടെ വരേണ്ടത്. സോ 8 4/17. ഇനി നിങ്ങൾക്ക് അത് തെറ്റിപ്പോകുമെന്ന് നിങ്ങൾ തോന്നുവാണെന്നുണ്ടെങ്കിൽ 17 ഗുണം ഈ കൂട്ടത്തിലെ ഏറ്റവും നിങ്ങൾക്ക് ഉദാത്തമായ ഒരാളെന്നുള്ള രീതിയിൽ ആരെ തോന്നുന്നു? എന്തായാലും 17 ഗുണം 5 അടുത്തല്ല ആള് നിൽക്കുന്നതെന്ന് അറിയാം. അതിനും ദൂരേക്ക് എന്നുള്ള രീതിയിലേക്ക് ഒരു 3 ഇട്ട് നമ്മൾ അധികം നോക്കുമ്പോൾ 5 3 8 എന്നാണ് വരുന്നത്. 17 ഗുണം 8 എന്ന് പറയുമ്പോൾ എത്ര പേരോടാ? 136 എന്നാണ് വരുന്നത്. അതും പ്രകാരം നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് ബുദ്ധിമുട്ടില്ല, ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഞാൻ മൈൻഡ് എങ്ങനെയാണ് എൻ്റെത് വർക്കാവുന്നതെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കേ. അടുത്തത് നല്ലൊരു ചോദ്യമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു തീഫ് ഒരു വാഹനം കട്ടു, ഒരു വാൻ കട്ടു. രാവിലെ 3 മണിക്കാ കട്ടെ. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? 57 കിലോമീറ്റർ വേഗതയിൽ അത് ഓടിച്ചങ്ങ് പോയി. ഇത് 4 മണി ആയപ്പോഴാണ് ഈ കാര്യം ഒരാൾ അറിഞ്ഞത്. അതായത് ഈ കള്ളനെ കണ്ടുപിടിക്കുന്നത് 4 മണിക്കാണ്. അതായത് 3 മണിക്ക് യാത്ര തുടങ്ങി ആ കള്ളൻ 57 km/h വേഗതയിൽ. 4 മണിയായപ്പോ നിലവിൽ ആ കള്ളൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട്. അപ്പോൾ 57 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന കള്ളനാണെങ്കിൽ നിലവിൽ എത്ര കിലോമീറ്റർ അപ്പുറം എത്തിയിട്ടുണ്ടാവും? 1 മണിക്കൂർ കഴിഞ്ഞാൽ 57 കിലോമീറ്റർ എത്തിയിട്ടുണ്ടാവും. അപ്പൊ നിലവിൽ കള്ളൻ എത്ര ദൂരത്തിൽ നിൽക്കുക? 57 കിലോമീറ്റർ ദൂരത്തേക്ക്. ഇനി നോക്കേ, അനദർ ഓർഡർ സ്റ്റാർട്ട്സ് ദ ചേസ് വിത്ത് അനദർ വാൻ അറ്റ് എ സ്പീഡ് ഓഫ് 76 km/h. വേറൊരു വണ്ടി എടുത്ത് അയാൾ അതിന് എന്ത് ചെയ്തു? ചേസ് ചെയ്യാൻ പോവുകയാണ് എങ്കിൽ അവര് എപ്പോ ക്യാച്ച് ചെയ്യും? മക്കളെ, ഈ ക്യാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അവരെപ്പം മീറ്റ് ചെയ്യും എന്നതാ. ഈ മീറ്റ് ചെയ്യുന്ന കണ്ടീഷനുകൾ വരുമ്പോൾ അപ്പോഴേ നിങ്ങൾ ആലോചിച്ചോണം അവിടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് വർക്ക് ചെയ്യണ്ടേ. അപ്പോൾ മീറ്റിംഗ് ടൈം അല്ലേ വേണ്ടേ? അപ്പൊ ടൈം ഇസ് ഈക്വൽ ടു, തൊട്ട് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാനിത് വളരെ എന്താണ് സ്പീഡിൽ നമ്മൾ ഇത് ചെയ്തു പോയിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ്. മക്കളെ, നിലവിലത്തെ ഡിസ്റ്റൻസ് എത്ര? 57 കിലോമീറ്റർ ദൂരെയാണ് നിലവിൽ 4 മണിക്ക് അയാൾ. നിലവിൽ ആ യാത്രയാളെ 76 km/h വേഗതയിൽ തുടങ്ങുമ്പോൾ നമ്മൾ നിലവിൽ കള്ളൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? 57 km/h വേഗതയിൽ നിർത്താതെ ഓടിച്ചോണ്ടിരിക്കുക. 4 മണിക്ക് ശേഷവും ഓടിച്ചോണ്ടിരിക്കുക അതേ വേഗതയിൽ തന്നെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിന്റെയും ഡിഫറൻസ് എടുക്കണം. കാര്യം രണ്ടും ഒരേ ദിശയിലാണ് പോകുന്നത്, ശരിയാണോ? അപ്പൊ അതിന്റെ ഡിഫറൻസ് എത്ര വരും? 57ഉം 76ഉം. 57ന്റെ 10 67 9. അപ്പൊ 19 അവിടുത്തെ വ്യത്യാസം വരുന്നത്. ഓക്കെ ആണോ? 57/19 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 മണിക്കൂർ വരും. അതായത് നിലവിൽ ഇപ്പൊ 4 മണിക്ക് അയാൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ 3 മണിക്കൂറിന് ശേഷം അയാളെ പിടികിട്ടും. അതായത് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ആൾ ഒരു 3 മണിക്കൂർ അപ്പുറം, അതായത് 7 AM. അപ്പൊ ആൻസർ എത്ര വന്നൂടാ? 7 AM. കണ്ടോ? വളരെ നിസ്സാരമായിട്ട്. ചോദ്യം കണ്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നും, പക്ഷെ വളരെ നിസ്സാരമാണ് ചെയ്യാൻ. സ്പീഡിലാണ് കാര്യം ഇരിക്കുന്നത്. നോക്കേടാ, ഇനി നിലവിൽ എന്താ പറയുന്നത്? ഏജുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം. ദ പ്രസന്റ് ഏജ് ഓഫ് റഹീം ഈസ് 5 times ദ പ്രസന്റ് ഏജ് ഓഫ് ഹിസ് ഡോട്ടർ സവിത. റഹീമിന്റെ ഏജിനെ 6 എന്ന് വിളിക്ക്, സവിതയുടെ ഏജിനെ S എന്ന് വിളിക്ക്. നിലവിൽ റഹീമിന്റെ ഏജ്, അതായത് R is equal to, റഹീമിന്റെ ഏജ് ആർക്ക് തുല്യമാ? സവിതയുടെ ഏജിന്റെ 5 മടങ്ങിന് തുല്യമാണ്. ഇനി എന്താ പറഞ്ഞേ? നിലവിൽ 7 വർഷങ്ങൾക്കപ്പുറം. അപ്പോ 7 വർഷം കഴിയുമ്പോൾ റഹീമിന്റെ ഏജ് 7 കൂടിയിട്ടുണ്ടാവും. ഓക്കെ ആണോ? ഇനി എന്താ പറയണ്ടേ? സവിതയുടെ ഏജും അതേപോലെ 7 കൂടിയിട്ടുണ്ടാകും. ഇനി അവരെന്താ കണ്ടീഷൻ പറയുന്നേ? നിലവിൽ റഹീമിന്റെ ഏജ് അങ്ങനെ 7 വർഷത്തിന് ശേഷം എന്താകുമോ അത് സവിതയുടെ ഏജിന്റെ 3 മടങ്ങാകാനാണ് സാധ്യത. അതായത് ഇവിടെ ഈക്വൽ ടു ഇട്ടോ, ഇവിടെ 3 മടങ്ങ്. സവിതയുടെ ഏജിന്റെ 7 വർഷത്തിനപ്പുറമുള്ള സവിതയുടെ ഏജിന്റെ 3 മടങ്ങായിരിക്കും 7 വർഷം അപ്പുറമുള്ള റഹീമിന്റെ ഏജ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെയും അവർ കണ്ടുപിടിക്കാൻ പറയുന്നത് റഹീമിന്റെ ഏജ്, അതായത് 6 കണ്ടുപിടിക്കണം. അതിനാദ്യം എന്ത് ചെയ്യണം? ഈ തന്നിട്ടുള്ള രണ്ടാമത്തെ കണ്ടീഷൻ സോൾവ് ചെയ്യണം. എന്നിട്ട് അത് എവിടെ അപ്ലൈ ചെയ്യണം? ആദ്യത്തെ കണ്ടീഷനെ അപ്ലൈ ചെയ്യും. അപ്പൊ ആൻസർ കിട്ടൂടാ. എന്ത് ചെയ്താൽ മതി? ഇതാണ്ട് 6. ഈ ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഈ 6ന് പകരം 5S എന്ന് കൊടുക്കണം. അതായിരിക്കും എളുപ്പം. 6ന് പകരം 5S എന്ന് കൊടുക്കണം. കണ്ടോ? 5S + 7. 3നെ അകത്തോട്ട് ഗുണിക്ക്. 3S പ്ലസ് ഇവിടെ എത്ര? ഒരു 7 3 21. മക്കളെ, വെട്ടിക്കളയാം. ഇവിടെ ഒരേ ചിഹ്നമാണ്, +7 + 21. അപ്പൊ അപ്പുറത്തുനിന്ന് 21 എന്ന് പറയുമ്പോൾ കൂടുതലാ. എത്ര കൂടുതലാ? 14 കൂടുതലാ. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. രണ്ടെണ്ണത്തിന്റെ മുമ്പിൽ കിടക്കുന്നത് പ്ലസ് എന്ന ചിഹ്നമാണ്. അപ്പൊ എത്ര കൂടുതലാ? 5 എന്ന് പറയുന്നത് 2 കൂടുതലാ. ശരിയല്ലേ? ഈ 2ഉം 14ഉം ആയിട്ട് വെട്ടുമ്പോൾ 7 വരും. അതായത് S സമം എത്ര കിട്ടി? 7 എന്ന് കിട്ടി. അതായത് സവിതയുടെ പ്രസന്റ് ഏജ് 7. സവിതയുടെ പ്രസന്റ് ഏജ് 7 ആണെങ്കിൽ റഹീമിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാണ്ടെ ഇവിടോട്ട് ഇട്ട് കൊടുക്കടാ.
5 × 7 എത്ര വരും ഇവിടെ? 35. കണ്ടോ? എത്രയാ വന്നേ? 35. കണ്ടോ മക്കളെ? അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചെയ്തിട്ടുള്ള ഏകദേശം 12ഓളം ക്വസ്റ്റ്യനുകളുണ്ട് മക്കളെ. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ റിവൈസ് ചെയ്തിട്ടുള്ള, റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതായ ക്വസ്റ്റ്യനുകളാണ്. നല്ല രീതിയിൽ നോക്കി വെച്ചോ. വളരെ നിസ്സാരപ്പെട്ട സമയത്തിൽ ഉത്തരം ചെയ്തെടുക്കാനുള്ളതായ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കോ. ഉറപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിന്ന് മിനിമം നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന CGL-നകത്തേക്ക് ഒരു 3 മാർക്ക് സ്കോർ ചെയ്യാനുള്ള വക ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.